പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ വരവ്. പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ എത്രത്തോളം സന്ദർശനം നടത്തുന്നുവോ അതിന്റെ എല്ലാം ഗുണം DMKക്ക് ലഭിക്കുമെന്നാണ് സ്റ്റാലിൻ മോദിയെ ചൂണ്ടി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. BJP തമിഴ്നാട്ടിൽ നാടകം കളിക്കുകയാണ്. അണ്ണാ DMKയാണ് തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷം. രണ്ട് പാർട്ടികളും രണ്ടാം സ്ഥാനത്ത് വരാനാണ് പോരാടുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യം തമിഴ്നാട്ടിലെ 40 സീറ്റും തൂത്തുവാരും. എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ വന്നതു മുതൽ ഞങ്ങളുടെ പുതിയ പദ്ധതികൾ സ്ത്രീകൾക്കിടയിൽ വലിയ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുടുംബ രാഷ്ട്രീയവും അഴിമതിയും BJP ഉന്നയിക്കുന്നതാണ്. ജനങ്ങൾക്ക് സത്യമറിയാം. CAG റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഇലക്ട്രൽ ബോണ്ടും പുറത്തു വന്നിരിക്കുന്നു. എത്ര പണം ആരുടെ കൈവശമുണ്ടെന്ന് ജനങ്ങൾക്കറിയാമെന്നും സ്റ്റാലിൻ ആവർത്തിച്ചു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് സ്റ്റാലിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യം അപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് തീരുമാനിക്കും. ഇപ്പോൾ അക്കാര്യത്തിൽ പ്രഖ്യാപനമില്ലെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. 2 ദിവസങ്ങൾക്ക് മുൻപ് ശ്രീലങ്കൻ വിഷയത്തിൽ മോദിയെ വിമർശിച്ച് സ്റ്റാലിൻ എത്തിയിരുന്നു. കച്ചൈത്തി വിവാദത്തിൽ DMKക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എത്തിയത്. ശ്രീലങ്കയിൽ നിന്ന് കച്ചൈത്തിയെ തിരിച്ചെടുക്കാൻ മോദി സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നായിരുന്നു സ്റ്റാലിന്റെ ചോദ്യം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയ കോൺഗ്രസ് സർക്കാരാണ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയതെന്നായിരുന്നു മോദിയുടെ ആരോപണം. DMKയുടെ ഇരട്ടത്താപ്പ് പൂർണ്ണമായും തെളിഞ്ഞെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. സ്റ്റാലിന്റെ പാർട്ടിയായ DMK തമിഴ്നാടിന്റെ താൽപര്യം സംരക്ഷിക്കാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു. ഇത് കേട്ട സ്റ്റാലിൻ ചില ചോദ്യങ്ങളുമായി മോദിക്ക് നേരെ തിരിഞ്ഞു. BJP അധികാരത്തിലെത്തിയപ്പോൾ കച്ചൈത്തീവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ദ്വീപ് തിരിച്ചു പിടിക്കണമെങ്കിൽ ശ്രീലങ്കയുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുമെന്ന് അവർ അന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മോദി ശ്രീലങ്കയിൽ പോയിട്ടുണ്ടോ? ശ്രീലങ്കൻ രാഷ്ട്രതലവനെ കണ്ടപ്പോൾ കച്ചൈത്തീവ് ഇന്ത്യയുടേതാണെന്ന് എപ്പോഴെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ? നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലത്ത് നടന്ന സംഭവങ്ങൾ വളരെ വ്യക്തമായി ഓർക്കുന്ന പ്രധാനമന്ത്രി 2 വർഷം മുൻപ് നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ചെന്നൈയിൽ നടന്ന പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ താൻ കുറച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലാദ്യത്തേത് കച്ചൈത്തീവ് വീണ്ടെടുക്കുക എന്നതായിരുന്നു. താൻ സമർപ്പിച്ച മെമ്മോറാണ്ടം വായിച്ചു നോക്കിയിരുന്നോ എന്നും തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ മോദിയോട് ചോദിച്ചു. തീർന്നില്ല. കച്ചൈത്തീവ് വിഷയം BJPക്ക് തിരിച്ചടിയായി. തേനീച്ചക്കൂടിൽ കൈവച്ചു. ഇപ്പോൾ അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു സ്റ്റാലിന്റെ പരിഹാസം. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കെ 2015 വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ കച്ചൈത്തീവ് ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് വ്യക്തമാക്കിയിരുന്നതായും തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് പാർട്ടി വിഷയം ഉയർത്തിയതെന്നും സ്റ്റാലിൻ പറഞ്ഞു. ഇപ്പോൾ കച്ചൈത്തീവിനെ കുറിച്ച് കരയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്തതിന് ശ്രീലങ്കയ്ക്കെതിരെ ഒരു വാക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും സ്റ്റാലിൻ ചോദിച്ചു. ഏതായാലും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മോദി ബാധ്യസ്ഥനാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഈ ചോദ്യങ്ങൾ തള്ളിക്കളയാനുമാകില്ല. ഏപ്രിൽ 19-നാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ്. 21 സീറ്റിലാണ് DMK ഇവിടെ മത്സരിക്കുന്നത്. അതിൽ നാമക്കൽ കൂടി ചേരുമ്പോൾ 22 സീറ്റാകും. DMKയുടെ സഖ്യകക്ഷിയായ KMDKയാണ് ഇവിടെ മത്സരിക്കുന്നത്. എന്നാൽ DMK ചിഹ്നത്തിലാണ് ഇവർ മത്സരിക്കുക എന്നതും ശ്രദ്ധേയമാണ്. 18 സീറ്റിൽ DMKയുടെ സഖ്യകക്ഷികൾ മത്സരിക്കും. കോൺഗ്രസ് 9 സീറ്റിലാണ് ഇവിടെ മത്സരിക്കുന്നത്.